ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെൻറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തമിഴിൽ കണ്ടതുപോലെ നമ്മുടെ ഏവിയറിയെ കുറിച്ചും അതിൽ ഫിഞ്ചസിനെ കുറിച്ചൊക്കെ എന്താണിപ്പോൾ വീഡിയോ ഇടാത്തത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് എന്നെ അറിയാൻ പാടില്ലാതെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ സിനു ജെയ്സൺ. എനിക്ക് 2 കുട്ടികൾ, ആൺകുട്ടികളാണ്. അവർ ടോക്കച്ചിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് ജെയ്സൺ കൂനമ്മാവിൽ ബിസിനസ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി. ഞങ്ങൾ എറണാകുളത്ത് സെറ്റിൽഡാണ്. അപ്പോൾ നമ്മുടെ ഏവിയറി എന്തേ, ഫിഞ്ചസ് എന്തേ, ഇതിനൊക്കെ ഉള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് നമ്മൾ ഏവിയറി സെറ്റ് ചെയ്തത്. വളരെ അടിപൊളിയായിട്ട് നമ്മുടെ കിളിക്കൂടുകളൊക്കെ ചാനലിൽ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നല്ല രീതിയിലുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തു. എനിക്കിപ്പോഴും അത് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ജോലിയൊക്കെ ഒന്ന് മാറി സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കിത് നോക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഞാനും ഹസ്ബൻഡിൻ്റെ കൂടെ പോകാൻ തുടങ്ങി. രാവിലെ 8 മണി to 8 മണി ഒക്കെ ആവും വീട്ടിലെത്തുമ്പോഴേക്കും. രാത്രി 8 മണിയാവും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും കൂടി എനിക്കും ചെയ്യാൻ പറ്റുന്നില്ല, കിളിക്കൂട് നോക്കാൻ പറ്റുന്നില്ല, ആകെ മൊത്തം പ്രശ്നം. അപ്പോൾ അത് കാരണം നമ്മൾ ആ കിളികളെയൊക്കെ എടുത്ത ഷോപ്പിൽ തന്നെ തിരിച്ചു കൊടുത്തു. ഭയങ്കര നഷ്ടത്തിലാണ് കൊടുത്തത്, എന്നാലും അങ്ങനെ അത് റിമൂവ് ചെയ്തു. ആ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതൊരു ലോണാണ്. ജസ്റ്റ് ഒരു ഈവനിങ് ഒക്കെ ഒന്ന് വന്നിരിക്കാനും കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റിയ ഒരു രീതിയിൽ ചുമ്മാ സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇനി ഒരു അവസരത്തിൽ നമുക്കത് ഇനിയും അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ കിളിക്കൂടും ഏവിയറിയൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് അതിപ്പോൾ ഇവിടെ ഇല്ല. അത് മൊത്തത്തിൽ അങ്ങ് റിമൂവ് ചെയ്തു, കിളികളെയൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി മൊമെൻ്റ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ സമയത്ത് ഞാൻ മൊത്തത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് വീഡിയോസും എടുത്തില്ല, ഒന്നും എടുത്തില്ല. അങ്ങനെ മൊത്തം ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ഒക്കെ ആയതായിരുന്നു, എല്ലാം പോയി. ഇപ്പോൾ മോണിറ്റൈസേഷനും നഷ്ടമായി, എല്ലാം പോയി. അപ്പോൾ ഇപ്പോൾ രണ്ടാമത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ വീണ്ടും ചെയ്യുവാണ്. അപ്പോൾ ഒരു ഡെയിലി വ്ളോഗ്, ഡെയിലി റൊട്ടീനൊക്കെ ആയിട്ട് ഞാൻ വരും. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഏവിയറി ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള കല്ലുകളും പിന്നെ ഒരു സീറ്റ് പോലത്തെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബേർഡ്സ് ബാത്ത് അതും പൊളിച്ചു മാറ്റിയില്ല. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ചെടി വെച്ചേക്കുവാണ്. പിന്നെ കുറേ കൊച്ചു കൊച്ചു ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഭംഗിയുള്ളൊരു ട്രീയും വെച്ചിട്ടുണ്ട്. മതിലിനോട് ചേർന്ന് ഒരു ക്ലൈംബർ, ഒരു യെല്ലോ പൂവുള്ളൊരു ആ ഒരു ചെടിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതപ്പം മേളിലോട്ട് ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ട്. പൂക്കളിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇതിപ്പോൾ പുല്ലൊക്കെ വെട്ടിയ ആ ഒരു സമയമായത് കാരണമാണ് ഒരു ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ചെടികളാണ്, അതെല്ലാം ചട്ടിയിലാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ചെടികളും കൂടി. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൂനമ്മാവിലാണ്. മരിയ സ്റ്റീൽസ് എന്നാണ് കടയുടെ പേര്. അവിടെ റൂഫിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഷീറ്റുകളും പാത്തി അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയി കണ്ടാലോ. എല്ലാവിധ റൂഫിംഗ് ഷീറ്റുകളും ആക്സസറീസും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ അപ്പോളോ ബുഷൻ പൈപ്പുകൾ, ഹിൻഡാൽകോ എവർലാസ്റ്റ്, അലൂമിനിയം റൂഫിംഗ് ഷീറ്റുകൾ, ഡ്യൂറാലിയം, റെയിൻബോ പ്ലസ്, JSW, ടാറ്റ പോലുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ ഗാൽവാനിയം ഷീറ്റുകൾ, പോളികാർബണേറ്റ് ഷീറ്റുകൾ തുടങ്ങിയവയെല്ലാം മിതമായ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ആർക്കെങ്കിലും ഉപകാരപ്പെടാതിരിക്കത്തില്ല. എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ വരുവാണെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.